ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പൊതുവെ SSCക്കും UPSCക്കും അതോടൊപ്പം PSCക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഭരണഘടനയുടെ ഒരു ടോപ്പിക്കാണ്. വളരെ ചെറിയ ടോപ്പിക്കാണെങ്കിൽ പോലും വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. ഏതാണെന്ന് ചോദിച്ചാൽ ലോകസഭാ സ്പീക്കറെ നിയമിക്കുന്ന ആരാണ്, അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു പാർലമെന്ററി ജനാധിപത്യ രീതി. പാർലമെന്ററി ജനാധിപത്യ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അത് ലോകസഭാ സ്പീക്കർ എന്നത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ലോകസഭാ സ്പീക്കർ എന്ന പദവി രൂപം കൊണ്ടത് എന്നാണ്, എവിടെ മുതലാണ്, അതല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ ആണ്. ഓർത്തിക്കുക, 1921 ലോകസഭാ സ്പീക്കർ എന്ന പദവി ഇന്ത്യയിൽ വരുന്നത്. അന്ന് ലോകസഭാ സ്പീക്കർ എന്നല്ലെങ്കിൽ പോലും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ആ സ്പീക്കർ എന്ന പദവി വരുന്നത്. 1921 അക്കോർഡിംഗ് ടു ദി മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് ഓർ മോൺട്ട്ഫോർഡ് ആക്ട് 1919. ഓർക്കുക, 1921 മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം 1919 മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം 1921 ഇന്ത്യയിൽ ആദ്യമായി സ്പീക്കർ എന്ന പദവി വരുന്നത്. അപ്പൊ സ്പീക്കർ എന്ന പദവി വരുമ്പോൾ ഓർത്തു വയ്ക്കുക, അന്ന് ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ള 21. സോ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. ആരായിരുന്നു? ദാറ്റ് ഈസ് ഫ്രെഡറിക് വൈറ്റ് എന്ന് പറയും. ആരാണ്? ഫ്രെഡറിക് വൈറ്റ്. അപ്പൊ ഫസ്റ്റ് സ്പീക്കർ ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് എന്ന് വെച്ചാൽ അത് നമ്മൾ പഠിക്കുന്നത് GV മൗലങ്കാർ അല്ല, ഫ്രെഡറിക് വൈറ്റ് ആണ്. അത് 1919 മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരമാണ് 1921 നിലവിൽ വന്നത്. അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഫ്രെഡറിക് വൈറ്റും ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുമായിരുന്നു. ഇനി അതിനുശേഷം ഫസ്റ്റ് ഇന്ത്യൻ സ്പീക്കർ അക്കോർഡിംഗ് ടു 1919 ആക്ട്. ഈ 1919 ആക്ട് പ്രകാരം ആദ്യത്തെ ഇന്ത്യൻ സ്പീക്കർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ആൾസോ നോട്ട് GV മൗലങ്കാർ. അതും GV മൗലങ്കാർ അല്ല. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹോദരനായ വിത്തൽ ഭായ് പട്ടേൽ ആയിരുന്നു. ആരാണ്? വിത്തൽ ഭായ് പട്ടേൽ. അപ്പൊ ഓർത്തു വയ്ക്കുക, ഫസ്റ്റ് സ്പീക്കർ ഇൻ ഇന്ത്യ ഫ്രെഡറിക് വൈറ്റ്, ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഫസ്റ്റ് ഇന്ത്യൻ സ്പീക്കർ അക്കോർഡിംഗ് ടു 1919 ആക്ട്. ഈ 1919 ആക്ട് പ്രകാരം ആദ്യത്തെ ഇന്ത്യൻ സ്പീക്കർ വെച്ചാൽ അത് വിത്തൽ ഭായ് പട്ടേൽ ആണ്. ദെൻ ഫസ്റ്റ് ഇന്ത്യൻ സ്പീക്കർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ എന്നറിയപ്പെടുമ്പോഴാണ് നമ്മൾ ആരെ പറയുന്നത്? GV മൗലങ്കാർ. ഓർക്കുക, GV മൗലങ്കാർ ഫസ്റ്റ് ഇന്ത്യൻ സ്പീക്കർ GV മൗലങ്കാർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. കിട്ടിയ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കറാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ സ്പീക്കറാണ് GV മൗലങ്കാർ എന്ന് ഓർക്കുക. അതേസമയം ആദ്യ ഇന്ത്യക്കാരനാണ് സ്പീക്കർ എന്നത് വിത്തൽ ഭായ് പട്ടേൽ ആണ്. അക്കോർഡിംഗ് ടു ഈ ആക്ട് പ്രകാരം 1919 ആക്ട് പ്രകാരം ഫ്രെഡറിക് വൈറ്റ് ആണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ഓർത്തുവയ്ക്കുക. അതാണ് സ്പീക്കർ എന്ന പദവി ഇന്ത്യയിൽ വരാനുള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ആക്ടുകൾ ഇതായിരുന്നു ഓർത്തുവയ്ക്കുക. സ്പീക്കർ. ഇനി നോക്കുന്നത് ഈ സ്പീക്കർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഹു ഈസ് അപ്പോയിന്റഡ് സ്പീക്കർ, അല്ലെങ്കിൽ ലോകസഭാ സ്പീക്കർ അപ്പോയിന്റഡ് ബൈ ഹൂം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി ആൻഡ് നൺ ഓഫ് ദീസ്. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ലോകസഭാ സ്പീക്കർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ, പ്രധാനമന്ത്രിയാണോ, അതോ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി ആണോ? ഇങ്ങനെ ചോദ്യം വന്നാൽ ഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, ലോകസഭാ സ്പീക്കർ അപ്പോയിന്റഡ് ചെയ്യുക. ലോകസഭാ സ്പീക്കർ ഇലക്ടഡ് ഫ്രം ലോകസഭാ മെമ്പേഴ്സ് ദംസെൽഫ്. ലോകസഭയിലെ അംഗങ്ങൾ സ്വയം അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ലോകസഭയിലെ അംഗങ്ങളാണ് ലോകസഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്, അദ്ദേഹം അപ്പോയിന്റഡ് അല്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലോകസഭാ സ്പീക്കറെ അപ്പോയിന്റ് ചെയ്യുന്നില്ല, ലോകസഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെ അംഗങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് ടെന്നൂർ. കാലാവധി എന്ന് കാലാവധി എന്നറിയപ്പെടുന്നത് 5 വർഷമാണോ 6 വർഷമാണോ അതോ 65 വയസ്സാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക, ലോകസഭയുടെ കാലാവധി എത്രയാണോ അത്രയായിരിക്കും ലോകസഭാ സ്പീക്കറുടെയും കാലാവധി. ലോകസഭ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റെ കൂടെ ആരും പോകുന്നു, ലോകസഭാ സ്പീക്കർ പോകുന്നു. ലോകസഭ 2 വർഷമാണ്, 2 വർഷം കഴിഞ്ഞ് ലോകസഭ പിരിച്ചുവിടണമെങ്കിൽ അപ്പൊ ലോകസഭാ സ്പീക്കറും പോകുന്നു. അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാണോ 1 ദിവസമാണോ എത്രയാണോ അപ്പൊ ലോകസഭയുടെ കാലാവധി എത്രയാണോ അത്രയായിരിക്കും ആരുടെയും ലോകസഭാ സ്പീക്കറുടെയും ടെന്നൂർ എന്ന് പറയുന്നത്. അപ്പൊ ലോകസഭാ സ്പീക്കർ ടെന്നൂർ പഠിച്ചു വയ്ക്കുക. അപ്പോയിന്റ് ചെയ്യും. ഇനി ക്വാളിഫിക്കേഷൻ, ലോകസഭാ സ്പീക്കറുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ലോകസഭാ സ്പീക്കറുടെ ക്വാളിഫിക്കേഷൻ എന്നത് അദ്ദേഹം ലോകസഭാ അംഗമായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ലോകസഭ അംഗമാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇപ്പൊ ലോകസഭ അംഗമാകേണ്ട യോഗ്യത നമുക്കറിയാം, ഇന്ത്യൻ പൗരനായിരിക്കണം, 25 വയസ്സായിരിക്കണം, മറ്റ് ഗവൺമെന്റ് ജോലികളൊന്നും ഉണ്ടാകാൻ പാടില്ല,
മറ്റ് ഗവൺമെന്റ് പ്രോഫിറ്റുകളോ ബെനിഫിറ്റുകളോ വാങ്ങുന്ന ഒരാളായിരിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ലോകസഭ അംഗമായിട്ടുള്ള ഒരാളാണ് ആര്, ലോകസഭാ സ്പീക്കർ. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ലോകസഭാ അംഗത്തിന് വേണ്ടുന്ന എല്ലാ ക്വാളിഫിക്കേഷൻ ആർക്കും വേണം, ലോകസഭാ സ്പീക്കർക്കും വേണം. ഇതാണ് ലോകസഭാ സ്പീക്കറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മൾ ലോകസഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന രീതി ഇതൊക്കെയാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവെ PSCകൾക്കും SSC UPSCകൾക്കും അല്ലെങ്കിൽ നമ്മുടെ SSC പോലുള്ള എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ്, ഡ്യൂട്ടീസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും ലോകസഭാ സ്പീക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഒന്ന്, ഹീസ് ദ ഹെഡ് ഓഫ് ലോകസഭ എന്നുള്ളത്. അദ്ദേഹം ഒന്നാമത്തെ അതിന്റെ പ്രധാനപ്പെട്ട സ്ഥലത ഹീസ് ദ ഹെഡ് ഓഫ് ലോകസഭ. അദ്ദേഹം ലോകസഭാ തലവനാണ്. ഇവിടെ ഒരു ചോദ്യം പ്രശസ്തമാണ്, ഓർത്തുക. ലോകസഭാ തലവൻ ആര് എന്നൊരു ചോദ്യം പലപ്പോഴും PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ലോകസഭാ തലവൻ ആര്? അപ്പൊ ലോകസഭാ തലവൻ ആര് വെച്ചാൽ മജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ടു ഓപ്റ്റ് ഏതാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നാണ് ഓപ്റ്റ്. ഓർത്തുക, ലോകസഭാ തലവൻ പ്രധാനമന്ത്രിയല്ല, മന്ത്രിസഭയുടെ തലവനാണ് ആര്, പ്രധാനമന്ത്രി. ലോകസഭയുടെ തലവൻ എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണെന്ന് ഓർത്തുക. ലോകസഭാ തലവൻ ആരാണ്, ലോകസഭാ സ്പീക്കറാണ്. ഇനി രണ്ടാമത്തെ, ഹീസ് എ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ. പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ. ലോകസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് ആര്, ലോകസഭാ സ്പീക്കർ. എന്നുവെച്ചാൽ ഓൾ മീറ്റിംഗ്സ് ഓഫ് അല്ലെങ്കിൽ ഓൾ സബ്മിറ്റ് ഓഫ് ലോകസഭ ഈസ് പ്രിസൈഡിംഗ് ബൈ ലോകസഭാ സ്പീക്കർ. ലോകസഭയുടെ എല്ലാ മീറ്റിംഗുകളും അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും, ലോകസഭാ സ്പീക്കർ ആയിരിക്കും. അവിടെ ചെറിയൊരു സംഭവം കൂടി പറയണം, ഒരു എക്സെപ്ഷൻ പറയാറുണ്ട്. എന്നുവെച്ചാൽ എല്ലാ മീറ്റിംഗുകളും എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഏതായിരിക്കും, ഫസ്റ്റ് മീറ്റിംഗ് ആഫ്റ്റർ ദി ജനറൽ ഇലക്ഷൻ എന്ന് പറയും. ഈ പൊതു തിരഞ്ഞെടുപ്പ്, ലോകസഭയിലേക്ക് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുമല്ലോ, ആ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതും അതിന് അധ്യക്ഷത വഹിക്കുന്നതും ആരായിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും, രാഷ്ട്രപതി ആയിരിക്കും. അത് കഴിഞ്ഞു വരുന്ന എല്ലാ ലോകസഭാ മീറ്റിംഗും അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും, ലോകസഭാ സ്പീക്കർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾ മീറ്റിംഗ് ഓഫ് ലോകസഭ ഈസ് പ്രിസൈഡിംഗ് ബൈ ലോകസഭാ സ്പീക്കർ എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഫസ്റ്റ് മീറ്റിംഗ് ആഫ്റ്റർ ദി ജനറൽ ഇലക്ഷൻ. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ആദ്യത്തെ മീറ്റിംഗ് ഒഴികെ ബാക്കി എല്ലാ മീറ്റിംഗിനും അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും, ലോകസഭാ സ്പീക്കർ ആയിരിക്കും. അപ്പൊ ലോകസഭയുടെ അധ്യക്ഷത വഹിക്കുന്ന ലോകസഭാ സ്പീക്കറാണ്. അതോടൊപ്പം ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് സംയുക്ത സമ്മേളനം. ഇപ്പൊ ഒരു നിയമം പാസ്സാക്കുക, ലോകസഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായില്ല, അല്ലെങ്കിൽ രാജ്യസഭയിൽ പാസ്സായി, ലോകസഭയിൽ പാസ്സായില്ല, അങ്ങനെ വന്നാൽ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂടുന്നത്, ജോയിന്റ് സിറ്റിംഗ് കമ്പൈൻ മീറ്റിംഗ്, ആ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂടുന്ന രാഷ്ട്രപതി ആയിരിക്കും. പക്ഷെ അതിന് അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും, ലോകസഭ സ്പീക്കർ ആയിരിക്കും. അപ്പൊ ജോയിന്റ് സിറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്ന ലോകസഭ സ്പീക്കർ ആയിരിക്കും. ഇനി അതിൽ ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി ഇതിൽ തന്നെ പഠിക്കുക. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലോകസഭ സ്പീക്കർ ദി ചെയർ വിൽ ബി ഹോസ്റ്റഡ് ബൈ ഹൂം. ഈ ലോകസഭാ സ്പീക്കർ ഇല്ലെങ്കിൽ പകരം ആരായിരിക്കും, ഡെപ്യൂട്ടി ലോകസഭാ സ്പീക്കർ. അപ്പൊ ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. വൺ മോർ ക്വസ്റ്റ്യൻസ്, ഒരെണ്ണം കൂടി അതിൽ ആഡ് ചെയ്യാം നമുക്ക്. In the absence of Lok Sabha Speaker and Deputy Lok Sabha Speaker, the chair will be hosted by whom? ലോകസഭാ സ്പീക്കർ ഇല്ല, ഡെപ്യൂട്ടി ലോകസഭാ സ്പീക്കർ ഇല്ല, അങ്ങനെയാണെങ്കിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? രാജ്യസഭാ സ്പീക്കറാണോ, രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറാണോ, രാഷ്ട്രപതിയാണോ, പ്രധാനമന്ത്രിയാണോ, അതോ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടാണ്? ഇങ്ങനെ ചോദ്യം വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും ആളുകൾ പറയുന്ന ആൻസർ, മിക്കവാറും കുട്ടികൾ പറയുന്ന ആൻസർ രാജ്യസഭ ചെയർമാൻ എന്നാണ്. ഓർത്തു വയ്ക്കുക, അങ്ങനെയല്ല. ഈ ലോകസഭാ സ്പീക്കർ ഇല്ലെങ്കിൽ, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ, ലോകസഭാ സ്പീക്കറും ഇല്ല, ലോകസഭ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ സ്പീക്കറും ഇല്ല എങ്കിൽ അവിടെ അധ്യക്ഷത വഹിക്കുന്നത് ദി മോസ്റ്റ് സീനിയർ പേഴ്സൺ ഓഫ് ലോകസഭ ആയിരിക്കും. ലോകസഭയിലെ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആളായിരിക്കും, അദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുക, അധ്യക്ഷത വഹിക്കുക. അപ്പൊ ലോകസഭ സ്പീക്കറുടെ അഭാവത്തിൽ, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ആ അധ്യക്ഷത വഹിക്കുന്ന, ആ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്നത് മോസ്റ്റ് സീനിയർ പേഴ്സൺ ഓഫ് ലോകസഭ, ലോകസഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും. അദ്ദേഹം ഇല്ലെങ്കിൽ അതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ ഒരു 10-15 ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയും അതിൽ നിന്നായിരിക്കും അധ്യക്ഷത വഹിക്കുക. അപ്പൊ ഇതാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചേർത്ത് പഠിക്കുന്ന കാര്യം, അതാണ് നോക്കുക. ഇനി രണ്ടാമത്, മൂന്നാമത്, ഹി ഈസ് ഗാർഡിയൻ ഓഫ് ഹോണർ ആൻഡ് പ്രിവിലേജസ് ഓഫ് ലോകസഭ മെമ്പേഴ്സ്. ലോകസഭാ അംഗങ്ങളുടെ പ്രിവിലേജുകൾ, അവരുടെ പവറുകൾ, അവരുടെ റൈറ്റുകൾ, അതെല്ലാം സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി ആർക്കുണ്ട്, ലോകസഭ സ്പീക്കറുണ്ട്. ഓർക്കുക, ലോകസഭാ അംഗങ്ങൾക്ക് ഒരുപാട് പ്രിവിലേജുകളുണ്ട്, ഒരുപാട് പവർ ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഹോണർ ഉണ്ട്. ഇതെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെ കയ്യിലുണ്ട്, ലോകസഭാ സ്പീക്കറുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഗാർഡിയൻ ഓഫ് ദി ഹോണർ ആൻഡ് പവർ ആൻഡ് പ്രിവിലേജസ് ഓഫ് ലോകസഭ മെമ്പേഴ്സ്. അപ്പൊ ലോകസഭാ അംഗങ്ങളുടെ പ്രിവിലേജുകൾ, അവരുടെ പവറുകൾ, അതെല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യതയും ആരുടെ കയ്യിലാണ്, ലോകസഭാ സ്പീക്കറുടെ കയ്യിലാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക. ഇനി മറ്റൊന്ന് പറയുന്നത്, ഹീസ് ഹോണേഡ് ആസ് സർ ബൈ ലോകസഭ മെമ്പേഴ്സ്. ഈ ലോകസഭയിലെ എല്ലാ അംഗങ്ങളും അദ്ദേഹത്തെ എങ്ങനെ പറയണം, അദ്ദേഹത്തെ എങ്ങനെ വിളിക്കണം, സർ എന്ന് മാത്രമേ വിളിക്കാൻ പാടൂ. ഹീസ് ഹോണേഡ് ആസ് സർ എന്ന് പറയുന്നു. ഹീസ് ഹോണേഡ് ബൈ
ലോക്സഭാ മെമ്പേഴ്സ് ആസ് സർ. അദ്ദേഹത്തെ എല്ലാവരും എന്ത് വിളിക്കണം? സർ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പൊ പ്രധാനമന്ത്രി ആയാലും മറ്റ് ലോക്സഭാ അംഗങ്ങളായാലും അദ്ദേഹത്തെ സർ എന്നേ വിളിക്കാൻ പാടാം. അത്രയും ബഹുമാന്യ പദവിയാണ് അത് ലോക്സഭാ സ്പീക്കറുടെ പദവി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻസ്, മറ്റൊരു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒന്ന്, ഹീസ് എൻജോയിങ് ദി റൈറ്റ് ഓഫ് കാസ്റ്റിംഗ് വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഹീസ് എൻജോയിങ് ദി റൈറ്റ് ഓഫ് കാസ്റ്റിംഗ് വോട്ട്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ, കാസ്റ്റിംഗ് വോട്ട് അറിയാലോ നിങ്ങൾക്ക്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകസഭയിൽ ഒരു ബില്ല് പാസ്സാക്കണം. അപ്പോൾ ബില്ല് പാസ്സാക്കുമ്പോൾ അവിടെ ഒരു വോട്ടെടുപ്പ് വരുന്നു. വോട്ടെടുപ്പ് വരുമ്പോൾ വെൻ ദി സിറ്റുവേഷൻ ഇസ് ബിക്കം ടൈ, ആ സിറ്റുവേഷൻ ടൈ സമനിലയിൽ ആവുകയാണെങ്കിൽ ലോകസഭാ സ്പീക്കർ അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ടൈ ആകുന്ന സമയത്ത് മാത്രമേ ചെയ്യാവൂ, ആദ്യം വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, ഒരു ബില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, ഒരു വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ, ആ വോട്ടിംഗ് സമനിലയിലാകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോകസഭാ സ്പീക്കർക്ക് അവിടെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഹീസ് എൻജോയ് ദി റൈറ്റ് ഓഫ് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഹീസ് ഡിസൈങ് എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോകസഭാ സ്പീക്കറാണ്. കാരണം നമുക്കറിയാം, ലോകസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്ന പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കും, പബ്ലിക് ബില്ല് അവതരിപ്പിക്കും, രാജ്യസഭയിൽ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ മണി ബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാവൂ? ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കൂ. ആരുടെ മുൻകൂർ അനുവാദം വേണം? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം കൂടി വേണമെങ്കിൽ അവതരിപ്പിക്കാം. അപ്പൊ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ആരെ കാണിക്കണം? ലോകസഭാ സ്പീക്കറെ കാണിക്കണം. അപ്പൊ ലോകസഭാ സ്പീക്കറാണ് അത് അസൈൻ ചെയ്യുന്നത്. ഇത് മണി ബില്ലാണ് അല്ല എന്ന് തീരുമാനിക്കുന്നത്. ആ മണി ബില്ലാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാളുടെ സാങ്ഷൻ വാങ്ങും, രാഷ്ട്രപതിയുടെ സാങ്ഷൻ വാങ്ങുന്നത്. അതിനുശേഷം അത് ലോകസഭയിൽ അവതരിപ്പിക്കും. അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ, ലോകസഭയിലെ അംഗങ്ങൾ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോകസഭ സ്പീക്കർക്കാണെന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പൊ ഹീസ് ഡിസൈഡിങ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? ലോകസഭ സ്പീക്കർക്കുണ്ട് എന്ന കാര്യം ഓർത്തിക്കുക. ദെൻ വൺ മോർ, ഒരെണ്ണം കൂടി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി. ഹി അപ്പോയിന്റ്സ് ദി ചെയർമാൻ ഓഫ് ഓൾ പാർലമെന്ററി കമ്മിറ്റീസ് എക്സെപ്റ്റ് 3. മിക്കവാറും പാർലമെന്ററി കമ്മിറ്റി, ഒരുപാട് പാർലമെന്ററി കമ്മിറ്റികളുണ്ട്. 10-24 പാർലമെന്ററി കമ്മിറ്റികളുണ്ട്. കുറെ നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, ഇങ്ങനെ കുറെ കമ്മിറ്റികളൊക്കെ ഉണ്ട്. ഈ എല്ലാ കമ്മിറ്റികളുടെയും ചെയർമാൻമാരെ, ആ ചെയർമാൻമാരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ലോകസഭാ സ്പീക്കർ ആയിരിക്കും. അപ്പൊ പാർലമെന്ററി കമ്മിറ്റികളുടെ ചെയർമാൻമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ലോകസഭാ സ്പീക്കർ ആയിരിക്കും. അവിടെ എല്ലാ പാർലമെന്ററി കമ്മിറ്റികളുടെയും ചെയർമാൻമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോകസഭാ സ്പീക്കർ ആണെന്ന് പറയുമ്പോൾ ഓർക്കുക, അതിലൊരു എക്സെപ്ഷൻ വരുന്നത് 3 കമ്മിറ്റികൾ, 3 പാർലമെന്ററി കമ്മിറ്റീസ് ചെയർഡ് ബൈ ലോകസഭാ സ്പീക്കർ ഹിംസെൽഫ് എന്ന് പറഞ്ഞു. എല്ലാ പാർലമെന്ററി കമ്മിറ്റികളെയും ചെയർമാൻമാരെ ലോകസഭാ സ്പീക്കറാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ 3 പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ലോകസഭാ സ്പീക്കർ ആയിരിക്കും. ആ 3 കമ്മിറ്റികൾ നമ്മൾ പഠിക്കണം. ഒന്ന് റൂൾസ് കമ്മിറ്റി എന്ന് പറയണ്ടേ, എന്താ പറയാ? റൂൾസ് കമ്മിറ്റി. രണ്ടാമത്തത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയും. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ജനറൽ പർപ്പസ് കമ്മിറ്റി എന്ന് പറയും. അതാണ് ജനറൽ പർപ്പസ് കമ്മിറ്റി. അപ്പൊ 3 കമ്മിറ്റികൾ ഓർക്കുക. റൂൾസ് കമ്മിറ്റി, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ആൻഡ് ജനറൽ പർപ്പസ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെയും ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ലോകസഭ സ്പീക്കർ ആയിരിക്കും. ബാക്കി എല്ലാ പാർലമെന്ററി കമ്മിറ്റികളുടെയും ചെയർമാൻമാരെ അപ്പോയിന്റ് ആയിരിക്കും ലോകസഭ സ്പീക്കർ ആയിരിക്കുന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി ഓർത്തു വയ്ക്കുക. ദെൻ വൺ മോർ, ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞത്, ഹീസ് ഡിസൈഡിങ് ദി കോറം ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്നും കൂടിയാണ്. ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് റൂൾ ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം നമുക്കറിയാം. ഇപ്പൊ സഭയിൽ ഇന്ന സമയത്ത് വരണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിരിക്കണം, ഇപ്പൊ പ്രതിപക്ഷം ഈ ഭാഗത്തിരിക്കണം, ഭരണപക്ഷം ഈ ഭാഗത്തിരിക്കണം, അങ്ങനെ വെച്ചാൽ റൂൾസുകളൊക്കെ ഉണ്ട്. അതിൽ പെരുമാറേണ്ട രീതികൾ, റൂൾസ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം, ഇതെല്ലാം തീരുമാനിക്കുന്നതായിരിക്കും? ലോകസഭ സ്പീക്കർ ആയിരിക്കും. ഈ പെരുമാറ്റച്ചട്ടത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, ആരെങ്കിലും അത് ലംഘിക്കുകയാണെങ്കിൽ അവരെ എന്താ പറയാ, പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? ലോകസഭാ സ്പീക്കർ. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ദാറ്റ് ഈസ് നോട്ട് ജുഡീഷ്യൽ മീനിങ്, ഒരു ജുഡീഷ്യൽ മീനിങ് അല്ല, അർത്ഥത്തിലല്ല. എന്ന് വെച്ചാൽ ആ റൂൾ ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം ലംഘിക്കുമ്പോൾ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കാനോ, അദ്ദേഹത്തെ സഭയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനോ, സസ്പെൻഡ് ചെയ്യാനോ, കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താനോ, അങ്ങനെയുള്ള പണിഷ്മെന്റ്, ആ രീതിയിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കുന്ന അധികാരം ആർക്കുണ്ട്? ലോകസഭാ സ്പീക്കർക്കുണ്ട്. അതൊന്നും ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതെല്ലാം സ്പീക്കർക്ക് മാത്രമുള്ള അധികാരമാണ്. അപ്പൊ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ അതിൽ വരുന്ന ചെറിയ പണിഷ്മെന്റുകൾ, അതിന് അധികാരം ആർക്കുണ്ട്? ലോകസഭാ സ്പീക്കർക്കുണ്ട്. ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻ ഇൻ എനി കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു കോടതിയിലും അതൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഹീസ് എ ഡിസൈഡിംഗ് ഫാക്ടർ ഓഫ് കോറം ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ കോറം എന്ന കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കോറം എന്ന് പറയുന്നത്, കോറം മീൻസ് മനസ്സിലായില്ലേ? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോർ സബ്മിറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് സബ്മിറ്റ് ചെയ്യാൻ, ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ട
മിനിമം നമ്പർ ഓഫ് അംഗങ്ങൾ, ഏറ്റവും കുറഞ്ഞ അംഗങ്ങളെയാണ് നമ്മൾ കോറം എന്ന് പറയും. അപ്പൊ കോറം എന്ന് പറയുന്നത് 1/10 ആണ് ഇപ്പോൾ 1/10 എന്ന് വെച്ചാൽ 10ൽ 1 ഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മീറ്റിംഗ് അവിടെ കൂടാൻ പാടുള്ളൂ. ചിലപ്പോൾ 500 ആളുകളാണെങ്കിൽ, സഭയിൽ മൊത്തം 500 ആളുകളാണെങ്കിൽ അതിൽ 50 ആളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മീറ്റിംഗ് കൂടാൻ പാടൂ. അല്ലാതെ കുറച്ച് ആളുകൾ കൂടി തീരുമാനം എടുക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ കോറം തീരുമാനിക്കൽ അധികാരം ലോകസഭാ സ്പീക്കർക്കാണ് കോറം തീരുമാനിക്കാൻ അധികാരം. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ ഡിസിപ്ലിനറി ആക്ഷൻ ഇതെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ലോകസഭാ സ്പീക്കറിന്. അതോടൊപ്പം തന്നെ വൺ മോർ പോയിന്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. ക്വാളിഫിക്കേഷൻ ഓഫ് ലോകസഭാ മെമ്പേഴ്സ്, ഈ ലോകസഭാ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ മാർക്ക് അധികാരമുണ്ട് ലോകസഭാ സ്പീക്കർ. എന്നാൽ അയോഗ്യനാക്കപ്പെടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറുമാറ്റ നിയമ ഭേദഗതിയൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ ഈ ലോക്സഭ സ്പീക്കർക്ക് ഉണ്ട് എന്ന് പറയുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ലോകസഭ സ്പീക്കറുടെ ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോകസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതില് 1919 ആക്ട് പ്രകാരം 21 ആദ്യമായിട്ട് സ്പീക്കർ എന്ന പദവി വരുന്നത്. ആ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മുടെ PSC നിലവാരത്തിൽ ചോദിച്ചിട്ടില്ല. SSC നിലവാരത്തിൽ UPSC മോഡലേ വരാറുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ. ഇതിലൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞത്, ഈ സസ്പെൻഷൻ എന്നൊരു സംഭവം, ഹീസ് എൻജോയ് ദി റൈറ്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് അഡ്ജേൺ ദി മീറ്റിംഗ് ഓഫ് ലോകസഭ. അപ്പൊ ലോകസഭയിൽ ഒരു മീറ്റിംഗ് സസ്പെൻഡ് ചെയ്യുക, അതോടൊപ്പം ആ മീറ്റിംഗ് നീട്ടിവെക്കുക, അതിനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? ലോകസഭാ സ്പീക്കറിന്. പൊതുവെ ചിലപ്പോൾ കോറം തികയാണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസുകൾ, ബഹളോ തല്ലോ വിഷയങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരു മീറ്റിംഗ് നീട്ടിവെക്കാനോ അത് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭ സ്പീക്കർക്കാണ്. അപ്പൊ പൊതുവെ PSC നിലവാരത്തിൽ ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഈ ഡ്യൂട്ടീസ് ഓഫ് ലോക്സഭ സ്പീക്കർ ഇതാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ഇനി ഇതിനോട് ചേർത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ലോകസഭാ സ്പീക്കർ 17ാം ലോകസഭാ സ്പീക്കറിന് 70th ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ ഞാൻ പറഞ്ഞു പറയുന്നത് GV മൗലങ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ സ്പീക്കറാണ് GV മൗലങ്കർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലെ ലോങ്സ്റ്റ് പീരീഡ്, ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽറാം ജാഖറാണ്. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ സ്പീക്കർ ആയിട്ടുള്ള ബൽറാം ജാഖറാണ്. ഏറ്റവും കുറവ് കാലം, ഷോർട്ടസ്റ്റ് പീരീഡ്, ഏറ്റവും കുറഞ്ഞ കാലം ലോകസഭാ സ്പീക്കർ ആയിട്ടുള്ളത് ബലിറാം ഭഗത്താണ്. അപ്പൊ ബൽറാം ജാഖർ ഓർക്കുക, ലോങ്സ്റ്റ് പീരീഡ്. ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ബലിറാം ഭഗത്താണ്. ആദ്യത്തെ എന്ന് പറയുന്നത് GV മൗലങ്കറാണ്. വൺ മോർ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം കൂടി എഴുതാം. ആദ്യത്തെ വനിതാ സ്പീക്കർ എന്നറിയപ്പെടുന്നതാണ്. ആദ്യത്തെ വനിതാ സ്പീക്കർ എന്നറിയപ്പെടുന്നത് മീര കുമാറാണ്. രണ്ടാമത്തെ വനിതാ സ്പീക്കർ സുമിത്ര മഹാജനാണ്. ആദ്യത്തെ വനിതാ സ്പീക്കർ ആരാണ്? മീര കുമാറാണ്. രണ്ടാമത്തെ വനിതാ സ്പീക്കർ സുമിത്ര മഹാജനാണ്. ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ലോകസഭാ സ്പീക്കർ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ മാത്രമേ ഇന്ത്യ ലോകസഭാ സ്പീക്കർ ആയിട്ടുള്ളൂ. അതാരാണ്? സോമനാഥ് ചാറ്റർജി. ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ലോകസഭാ സ്പീക്കർ സോമനാഥ് ചാറ്റർജി. ദെൻ ഫസ്റ്റ് ലോകസഭാ സ്പീക്കർ ഡൈ ഇൻ ഹാർനസ്, പദവിയിലിരുന്ന് മരിക്കുക. ഇന്ത്യയിൽ പദവിയിൽ നിന്ന് മരിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കർ എന്ന് പറയുന്നത് ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആയിട്ടുള്ള GV മൗലങ്കർ തന്നെയാണ്. പദവിയിൽ നിന്ന് മരിക്കുന്ന ആദ്യത്തെ ലോകസഭാ സ്പീക്കർ GV മൗലങ്കർ തന്നെയാണ്. അതേസമയം പദവിയിൽ നിന്ന് മരിച്ച രണ്ടാമത്തെ ലോകസഭാ സ്പീക്കർ എന്നത് GMC ബാലയോഗിയാണ്. ഇന്ത്യയിലെ ദളിതനായിട്ടുള്ള ആദ്യത്തെ ലോകസഭാ സ്പീക്കറാണ്. യൂത്ത് ആയിട്ടുള്ള ലോകസഭാ സ്പീക്കർ ഇതെല്ലാം ആരാണ്? GMC ബാലയോഗിയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ലോകസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മറുപടി തരാം. അപ്പൊ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി നമുക്ക് കണ്ടുമുട്ടാം. സ്വാഭാവികം.